പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി യൂട്യൂബിൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ദൈവം മുൻപാകെ താണിരിപ്പാൻ ദൈവം ഈ ഭൂപ്പരപ്പിൽ അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിച്ചുകൊണ്ട് സ്വർണ്ണാഭരണത്തെക്കുറിച്ച് ഉള്ള 5-ാമത്തെ വീഡിയോ, ദൈവസനയിൽ താണിരുന്ന് തിരുവചനങ്ങളെ ധ്യാനിച്ചതിനും ദൈവദാസന്മാരിൽ കൂടെ കേട്ടതും അവർ പറഞ്ഞു തന്നതും ചില പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതും ഈ സ്വർണം വായിച്ചതുമായ ചില ചിന്തകൾ, പഠിച്ചതുമായ ചില ചിന്തകൾ. കാരണം സ്വർണം ഇടണമോ ഇടണ്ടായോ, ഇട്ടവർ ഊരണമോ ഊരിയവർ ഇടണമോ എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ വന്നതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പുതിയ നിയമത്തിലെ 2 വാക്യങ്ങൾ എടുത്തുകൊണ്ട് തിമോത്തിയോസിൽ എഴുതിയതും പത്രോസ് അപ്പോസ്തലൻ 2 വാക്യങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ഈ ആഭരണത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് പറയുവാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ ഉത്ഭവം എവിടെയാണ് ഡ്യൂപ്ലിക്കേറ്റ് അണിയൽ തുടങ്ങിയത്? ഡ്യൂപ്ലിക്കേറ്റ് അണിയൽ തുടങ്ങിയത് പറഞ്ഞല്ലോ, ആദാമിൻ്റെ കാലത്താണ്. ദൈവം തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ടിരുന്നു. തേജസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആത്മീയ മനുഷ്യൻ, ഒന്നാം മനുഷ്യനായ ആദാം പ്രാകൃതൻ എന്ന് പറഞ്ഞതുപോലെ പ്രാകൃതനായി അവർ എന്ത് ചെയ്തു? ഡ്യൂപ്ലിക്കേറ്റ് അണിഞ്ഞു. അത്തിയില ഡ്യൂപ്ലിക്കേറ്റ് അണിയാൻ തുടങ്ങി. അന്ന് തൊട്ട് ഡ്യൂപ്ലിക്കേറ്റ് അണിയലുകൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആഭരണം ധരിച്ചതായിട്ട് ദൈവവചനത്തിൽ കാണുന്നു. ദൈവത്തിന് വിശുദ്ധമാണെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ ഇട്ടു. ഇതൊക്കെ വ്യക്തിപരമാണ്. പ്രമാണപ്രകാരം എന്ന് പറയുന്നു. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ 5-ാമത്തെ വീഡിയോയിലും തീരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു വീഡിയോടെങ്കിലും ഇടേണ്ടി വരും. അതിൻ്റെ ഒരു 21 ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും ലാസ്റ്റിലിടുകയാണ്. ഇന്നുകൂടെ അല്ലാതെ ചില ദൈവമക്കളുടെ രീതി, കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കൂടെ തെളിയിച്ചു തന്നിട്ട് അതിന് മുൻപായിട്ട് ഞാനൊരു ചിന്ത ദൈവവചന അടിസ്ഥാനത്തിൽ തരാം. ഒരു പുസ്തകത്തിൽ വായിച്ചതും കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് ഇടാം. യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദൈവസഭ, ഇതിനെക്കുറിച്ച് 89-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുന്നത് വിശുദ്ധന്മാരുടെ സംഘമെന്ന്. വിശുദ്ധന്മാരുടെ സംഘമെന്നാണ് ദൈവവചനത്തിൽ കാണുന്നത്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. നേരുള്ളവരുടെ സംഘം എന്നൊക്കെ ഒത്തിരി കാണുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരിക്കൽ ഈ ദൈവസഭ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ സംഘമെന്നേ ഉള്ളൂ. ഒരിക്കൽ റിച്ചാർഡ് ഹാർഡ്വേഴ്സൺ എന്ന കർത്തൃദാസൻ ഇങ്ങനെ തൻ്റെ പുസ്തകത്തിൽ എഴുതി, ദൈവസഭ തുടക്കത്തിൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു. 125-ാം സങ്കീർത്തനം 1-ാം വാക്യം. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച, മത്തായി 28-18 മുതൽ 20 വരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ച, വിശ്വാസ സ്നാനം സ്വീകരിച്ച, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 40 വരെയൊക്കെ വായിച്ചാൽ മതി. വിശുദ്ധന്മാരുടെ സംഘം, ദൈവസഭ, ഇത് ഗ്രീസിലെത്തിയപ്പോൾ ഇത് ഫിലോസഫിയായി മാറി. ഇത് റോമിലെത്തിയപ്പോൾ ഇത് പ്രസ്ഥാനമായി മാറി. അമേരിക്കയിലെത്തിയപ്പോൾ ഇത് വ്യാപാര സ്ഥാപനമായി മാറി. നോക്കണേ, ഗ്രീസിലെത്തിയപ്പോൾ ഫിലോസഫിയായി മാറി, റോമിലെത്തിയപ്പോൾ പ്രസ്ഥാനമായി മാറി, യൂറോപ്പിലെത്തിയപ്പോൾ സംസ്കാരമായി മാറി, അമേരിക്കയിലെത്തിയപ്പോൾ പ്രസ്ഥാനമായി മാറി. ഈ പെന്തക്കോസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് വില കൊടുത്ത് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. ആദിമ ചരിത്രങ്ങളെല്ലാം പഠിക്കുമ്പോൾ, അപ്പോസ്തലന്മാരുടെ ചരിത്രം മുതൽ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ എല്ലാം രക്തസാക്ഷികളായി, യോഹന്നാൻ അപ്പോസ്തലൻ ഒഴികെ എല്ലാം രക്തസാക്ഷികളായി
അവർ ദൈവത്തിന് വേണ്ടി നിന്ന് രക്തസാക്ഷികളായി. അപ്പോൾ ഞാൻ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരാം. ഈ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ വില കൊടുത്തുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അന്നുള്ള പൂർവന്മാർ അനുവദിച്ചിരുന്ന വിഷയമാണ് വേർപെട്ട കൂട്ടമെന്ന്. വേർപാടുകാർക്കെല്ലാം വേർപാടുണ്ടാകണം എന്നാണ്. എന്നാൽ 1-ാം നൂറ്റാണ്ട് വന്നപ്പോൾ അത് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ അനുഭവമായിരുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയെ പറഞ്ഞാൽ ഫിലിപ്പിയർ 2:10 മുതൽ 11 ഭാഗങ്ങൾ വായിക്കുമ്പോൾ അനുഭവമായിരുന്നു. 2-ാം നൂറ്റാണ്ട് വന്നപ്പോൾ അത് അനുകരണമായി മാറി. 3-ാം നൂറ്റാണ്ട് വന്നപ്പോൾ അത് അഭിനയമായി മാറി. 4-ാം നൂറ്റാണ്ട് വന്നപ്പോൾ അത് അലർജിയായി മാറി. അതുകൊണ്ട് ദൈവം മോശയോട് പറഞ്ഞു, മന്നയാകുന്ന ദൈവവചനം, ക്രിസ്തുവാകുന്ന ദൈവവചനം പുറപ്പാട് പുസ്തകം 16:30 മുതൽ 34 വായിക്കുമ്പോൾ ഇസ്രായേൽ ജന ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെ, ഗുൽഗുലു പോലെ നല്ല ടേസ്റ്റുള്ള മന്ന. ഇവർക്കിത് അലർജിയാവുമെന്ന് കണ്ടിട്ട് ദൈവം പറഞ്ഞു, ഒരിടങ്ങടി എടുത്ത് മാറ്റി വയ്ക്കണം. അതാണ് ദൈവത്തിൻ്റെ പെട്ടകത്തിൽ ഇത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. അപ്പോൾ ഇത് അലർജിയായി മാറുമെന്ന് ആദ്യമാത്രം കാണുന്ന ദൈവം, അന്തോ അറിയുന്ന ദൈവം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതി വെച്ചിരുന്നു. അതുകൊണ്ടാണ് റിച്ചാർഡ് ഹാർവേഴ്സണും ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, ഗ്രീസിലെത്തിയപ്പോൾ അത് ഫിലോസഫിയായി മാറി. 4 കാര്യം നമ്മളവിടെ പറഞ്ഞു. അത് റോമിലെത്തിയപ്പോൾ പ്രസ്ഥാനമായി മാറി, യൂറോപ്പിലെത്തിയപ്പോൾ സംസ്കാരമായി മാറി, അമേരിക്കയിലെത്തിയപ്പോൾ വ്യാപാര സ്ഥാപനമായി മാറി. എന്തു തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ചിന്താവിഷയം സ്വർണ്ണമാണല്ലോ. ദൈവമക്കളും സംസ്കാരങ്ങളും. ഓരോ ദൈവമക്കളും അവരവർ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ സംസ്കാരങ്ങളെ ചോദ്യം ചെയ്യാതെ അതിനനുസൃതമായി ജീവിക്കണം. ശരീരത്തിൻ്റെ പുറത്തു ധരിക്കുന്ന ആഭരണ വേഷവിധാനങ്ങളും ഒരു സംസ്കാര രീതിയാകയാൽ അത് ഒന്നും വെറുക്കേണ്ടതില്ല, ആന്തരിക വിശുദ്ധീകരണം മാത്രം മതി എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഇപ്രകാരമുള്ള ചിന്താഗതിയുടെ പ്രധാന കാരണങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ സംസ്കാര രീതികൾ ഇന്ന് ക്രിസ്തീയ സഭയിൽ ഇടകലർന്ന് കിടക്കുന്നതിനാലാണ്. ഇതിൽ ഏത് സംസ്കാരം തിരഞ്ഞെടുക്കണം എന്നറിയാതെ നിഷ്കളങ്കരായ ദൈവമക്കൾ പോലും കുഴയുന്നു. മാത്രമല്ല, ഈ കാലങ്ങളിൽ വേർപാടിനെ കുറിച്ചുള്ള ഉപദേശിമാരുടെ പ്രസംഗങ്ങൾ ഒട്ടുമിക്കതും നിലച്ചിരിക്കുകയാണ്. കറതീർന്ന ഒരു നല്ല സംസ്കാരത്തെ വേർപെടുത്തിയെടുപ്പാൻ കഴിയാതെ വണ്ണം മിശ്രിതമായിരിക്കുന്നു. അതിനാൽ ഇഷ്ടമില്ലെങ്കിലും ചില മഹാന്മാർ പറഞ്ഞു പോകുന്ന ന്യായീകരണമാണ് ദൈവമക്കൾ ഏത് സംസ്കാരത്തോടെ ചേർന്ന് പോകുന്നതിൽ തെറ്റില്ലെന്നുള്ളത്. എന്നാൽ സംസ്കാരം എന്നാൽ എന്താണെന്നും ഏത് സംസ്കാരമാണ് ദൈവമക്കൾ തിരഞ്ഞെടുക്കേണ്ടതെന്നും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ലോകത്തിൽ വിവിധ രാഷ്ട്രങ്ങളും സംസ്ഥാനങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും അതിൽ വിവിധ തരം മതങ്ങളും ജാതികളും ഗോത്രങ്ങളും പല ഭാഷകളും അവർക്കെല്ലാം ഓരോ സംസ്കാരങ്ങളും ഉണ്ടല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംസ്കാരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഒരു രാഷ്ട്രം. വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ചേരുവയാണ് അത്. ഇപ്രകാരം അനവധി സംസ്കാരങ്ങൾ ലോകത്തിൽ അനിയന്ത്രീയമായി നിറഞ്ഞു നിൽക്കുന്നു. ഇതിൽ നിന്ന് ദൈവമക്കൾ തിരഞ്ഞെടുക്കേണ്ട സംസ്കാരം ഏത്? ഭൂഖണ്ഡത്തിൻ്റെ ഒരു കോണിലുള്ള കൊച്ചു ഭാരതത്തിൻ്റെയോ അല്ല, ഭാരതത്തിൻ്റെ ഒരു മലയിൽ ഒതുങ്ങി നിൽക്കുന്ന കേരളത്തിൻ്റെതോ ഏത് തന്നെ ആയിരുന്നാലും എല്ലാ സംസ്കാര രീതിയും ഒരേപോലെ ഒരു ദൈവ പൈതലിന് അംഗീകരിച്ചും അനുസരിപ്പിച്ചും ജീവിപ്പാൻ കഴിയുകയില്ല. നാം ഏത് രാജ്യത്ത് ചെന്നാലും അവരുടെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നൊക്കെ സ്തോത്രം തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിക്കുക യേശുക്രിസ്തു പറഞ്ഞു. അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ സംസ്കാരം തന്നെ പൂർണ്ണമായി ഇഷ്ടപ്പെടുന്നില്ലല്ലോ. പാശ്ചാത്യ സംസ്കാര രീതികളോടാണ് കേരളീയർക്ക് അധികം ഇഷ്ടം. തന്മൂലം വിവിധ സംസ്കാരങ്ങളെ കോപ്പിയടിക്കുന്നത് കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരികയാണ്. പാശ്ചാത്യരെ പോലെ കേരള സ്ത്രീകൾ ചെറിയ നിക്കറും പുരുഷന്മാർ പാൻസും ചിലപ്പോൾ
സ്ത്രീയും പുരുഷനും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ ഇരുകൂട്ടരും ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങളും അണിഞ്ഞ് നടക്കാറുണ്ട്. ഇതിനോടൊന്നും ഞാൻ എതിർപ്പല്ല, ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇപ്രകാരമുള്ള ചില പാശ്ചാത്യ സംസ്കാരങ്ങൾ ഭാരത സമൂഹത്തിലേക്ക് ഒരു വ്യാധി പോലെ അലയടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. മാതൃഭാഷയായ മലയാളം നന്നായി ഉച്ചരിക്കുവാൻ അറിഞ്ഞിട്ടും ഇംഗ്ലീഷ് അല്പം ചേർക്കാതെ മലയാളിയോട് സംസാരിപ്പാൻ മടിക്കുന്ന മലയാളികൾ കേരളത്തിലുമുണ്ടല്ലോ. ഈ ഭാഷ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും കയറി ചെല്ലുന്നത് പോലെ പാശ്ചാത്യരുടെ വേഷവിധാനത്തിലും കയറി ചെല്ലുന്നു. ഇപ്പോൾ കാട്ടിൽ നിന്ന് നാട്ടിൽ വരുന്ന ആദിവാസികൾ പോലും ഒരു പുതിയ സംസ്കാരവുമായിട്ടാണ് കാട്ടിലേക്ക് മടങ്ങുന്നത്. യോഗ്യമായ യാതൊരു സംസ്കാരവും നല്ലത് തന്നെ, പക്ഷേ എല്ലാ സംസ്കാരങ്ങളും ഒരുപോലെ നല്ലതല്ല. ആയതിനാൽ ഒരു വിശ്വാസിക്ക് എല്ലാ സംസ്കാര രീതികളോടും ഒരേപോലെ അനുരഞ്ജനപ്പെടുവാൻ കഴിയില്ല. അതിനൊരു ഉദാഹരണമാണ് അബ്രഹാമും ലോത്തും. വ്യഭിചാരങ്ങളും മ്ലേച്ഛതകളും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത ദുർനടപ്പുകളും എല്ലാം നിറഞ്ഞു നിന്ന ഒരു സംസ്കാര രീതിയായിരുന്നു സോതോമിൻ്റേത്. എന്നാൽ ലോത്തോ തൻ്റെ സഹോദരനായ അബ്രഹാമിനെ ആ സംസ്കാര രീതികളെ ഒരുപോലെ തിരഞ്ഞെടുത്തില്ല. എന്നാൽ ലോത്തോ തൻ്റെ സഹോദരനായ അബ്രഹാമോ ആ സംസ്കാര രീതികളെ ഒരുപോലെ തിരഞ്ഞെടുത്തില്ല. ഈ സോതോമിൻ്റെ സംസ്കാരങ്ങൾ അന്ത്യകാലത്തും വരുമെന്ന് കർത്താവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ഇത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2:6 മുതൽ 8 വരെ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 28-30 വാക്യം. അവർ വ്യഭിചാരിണെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും, പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2:14 എന്ന് വചനം അനുസരിക്കാത്തവരെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തെ കീഴ്പ്പെട്ടനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഇതെല്ലാം കണ്ട് രസിക്കുവാൻ കഴിയില്ല. മറിച്ച് നീതിയുള്ള മനസ്സിൽ അവരുടെ ദുഷ്പ്രവൃത്തികൾ കണ്ട് നോവ് പിടിച്ചവനായി സ്തംഭിച്ച് നിൽക്കുന്ന ലോത്തിനെ പോലെ ദൈവത്തിനു വേണ്ടി വേർപാടും വിശുദ്ധിയും പാലിച്ച് നിൽക്കുവാൻ ശ്രമിക്കണം. ദൈവത്തിനു വേണ്ടി വേർപാടും വിശുദ്ധിയും പാലിച്ച് നിൽക്കുവാൻ ശ്രമിക്കും. അവസാനം അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികെയില്ല എന്ന വചനപ്രകാരം ഇവരും നമ്മുടെ പക്ഷം, ദൈവപക്ഷം തിരിഞ്ഞവരും എന്ന് നമുക്ക് വിശ്വസിക്കാം. യിരെമ്യാ 15:19. യോഗ്യമായ സംസ്കാരം ഏത്? സംസ്കാരം എന്നാൽ നന്നായി നടക്കുക, യോഗ്യമായി പെരുമാറുക, വിദ്യയും അറിവും ഉള്ളവരാകുക, സഹൃദയത്വവും സഭ്യതയും ഉള്ളവരായിരിക്കുക എന്നാണല്ലോ. സഹൃദയത്വവും സഭ്യതയും ഉള്ളവരായിരിക്കുക എന്നാണല്ലോ. യോഗ്യമായ സംസ്കാരത്തെക്കുറിച്ച് പുറം ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി നാം ചിന്തിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ അവസരോചിതമായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് തിരുവെഴുത്തുകൾ കാണുന്നു. സംസ്കാരത്തിൻ്റെ ഔന്നത്യം പ്രകടമാകുന്നത് വസ്ത്രത്തിൻ്റെ നീളം കുറയുന്നതിലൂടെയോ അല്ല, മറിച്ച് മാന്യമായ വസ്ത്രത്തിലൂടെയാണ്. മാന്യമായ പെരുമാറ്റത്തിലാണ് മാന്യത പ്രകടമാക്കുന്നത് എന്ന് നമ്മുടെ യുവതലമുറ വിസ്മരിക്കാതിരിക്കട്ടെ. മാന്യത പ്രകടമാക്കുന്നത് എന്ന് നമ്മുടെ യുവതലമുറ വിസ്മരിക്കാതിരിക്കട്ടെ. കേരള സംസ്കാരത്തിൻ്റെ മഹിമയും എളിമയും നന്മയും തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും നമ്മുടെ കുട്ടികൾക്കുണ്ടാകട്ടെ. വസ്ത്രധാരണം എന്നതുകൊണ്ട് മുഖ്യമായി ഉദ്ദേശിക്കുന്നത് നഗ്നത മറയ്ക്കലാണ്, അല്ലാതെ കഴിവിൻ്റെ പരമാവധി പ്രദർശിപ്പിക്കലല്ല. മാതൃഭൂമി 1998 ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച നോക്കുക. വിശദീകരിച്ച് മനസ്സിലാക്കിയെങ്കിലേ ഒരു കാര്യത്തിൻ്റെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പോകുന്നില്ല.
ഇത് അറിയാനുള്ള വിവേകം ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് ഉദിച്ചു. എങ്കിലും ചില ക്രിസ്തീയ സഹോദരന്മാർ മനസ്സിലാക്കുവാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ചില ക്രിസ്ത്യാനികൾ ഈ ദുഷിച്ച സംസ്കാരങ്ങളെ മുറുകെ പിടിക്കുന്നത് എന്തിന്? ശരിയായ സംസ്കാരവും പരിഷ്കാരവും പ്രകൃതിക്ക് പോലും അറിയുവാൻ കഴിവുണ്ട്. എന്നാൽ പലർക്കും ബുദ്ധിയോടും വിവേകത്തോടും തിരിച്ചറിയുവാനുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടത് എങ്ങനെ? ലോകത്തിലെ മറ്റ് മതസ്ഥർ ഇതിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ നാം മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ട്? നാം അതിനെ അടിമപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ്? എങ്കിൽ വേഗം ഉണരൂ. അന്യനും മുഖത്തോട് മുഖം നോക്കി ശങ്കിച്ചു നിൽക്കാതെ ഈ ദുഷിച്ച സംസ്കാരങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും എതിരെ ശബ്ദമുയർത്തി നാമും ശക്തി ആർജിക്കേണ്ടത് ഈ നാളുകളിൽ ആവശ്യമാണ്. നാടോടുമ്പോൾ നടുവേ ഓടണമോ? ലോകത്തിൽ ജീവിക്കുമ്പോൾ അല്പമൊക്കെ ഒത്തു നീങ്ങിയാലേ ഇവിടെ ജീവിക്കുവാൻ പറ്റുകയുള്ളൂ. നാടോടുമ്പോൾ നെടുകെ ഓടണമെന്നും ചേരയെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ നടുത്തുണ്ടം തിന്നണമെന്നുള്ള പഴഞ്ചൊല്ലുകൾ പോലെ ലോകം പോകുന്നതിനനുസരിച്ച് നാമും പോയേ തീരൂ എന്നാണ് ചിലർ പറയാറുള്ളത്. ദൈവമക്കൾ ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് അതുപോലെ അനുരൂപപ്പെട്ടു പോകണമെന്ന് സാരം. എന്നാൽ ഇത് ദൈവവചനത്തിന് അനുസൃതമാണോ അല്ലയോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ പല പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ദൃഷ്ടി പതിപ്പിച്ചാൽ ഓരോ നാടിൻ്റെയും സംസ്കാര രീതിയുടെ സവിശേഷതകളെ പഠിക്കുവാൻ കഴിയും. വടക്കേ ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളിൽ ശരീരഭാഗങ്ങളെ പേരിന് മാത്രം മറച്ച് നടക്കുന്നവരെ ദർശിപ്പാൻ കഴിയും. അവരുടെ ആഹാര രീതികൾക്കും വളരെ വ്യത്യാസങ്ങളുണ്ട്. അവിടെ അഭ്യസ്ത വിദ്യരായ ചില സർക്കാർ ഉദ്യോഗസ്ഥരും ഉയർന്ന വരുമാനമുള്ളവരും താമസിക്കുന്നതിനായി കാണുവാൻ കഴിയും. എന്നാൽ ഇവരാരും നാടോടുമ്പോൾ നെടുകെ ഓടുക എന്ന പഴഞ്ചൊല്ല് പ്രകാരം നീങ്ങാറില്ല. എല്ലാവരും അവരവരുടെ മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ച് നല്ല ആഹാരങ്ങൾ കഴിച്ചുമാണ് നടക്കാറുള്ളത്. പരിഷ്കൃതരല്ലാത്ത ഗ്രാമവാസികളും കാട്ടിലെ ആദിവാസികളും പിന്തുടർന്നു പോരുന്ന സംസ്കാര രീതികൾ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ നടുത്തുണ്ടം തിന്നണമെന്ന് പറയുന്നവർ പോലും അനുകരിച്ച് കാണാറില്ല. കഴിയുമെങ്കിൽ അപരിഷ്കൃതരും അനഭ്യസ്തരുമായവരെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയും നല്ല സംസ്കാര രീതികൾ പഠിപ്പിക്കുകയുമാണ് ചെയ്യാറുള്ളത്. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആദിവാസികൾക്ക് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മറയ്ക്കാത്തവരായിരുന്നു. ഇന്ന് അതിനെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി കാണുന്നുണ്ട്. ഇന്ന് കാടിന് പുറത്തു വരുവാൻ കാട്ടിലേക്ക് മടങ്ങുമ്പോൾ പുറത്തു വരുന്നവർ കാട്ടിലേക്ക് മടങ്ങുമ്പോൾ ആവശ്യമായ വസ്ത്രങ്ങളുമായിട്ടാണ് പോകുന്നത്. മാത്രമല്ല അനേകം മിഷണറിമാർ വനാന്തരങ്ങളിൽ നടന്നു ചെന്ന് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു. അവർക്ക് ധരിപ്പാൻ വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. തൽഫലമായി അപരിഷ്കൃതരായ ജനസമൂഹങ്ങൾ പരിഷ്കാരമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങളും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ആദിവാസികളുടെ ഇടയിൽ വെച്ച് ഞങ്ങളും ചെയ്തിട്ടുള്ളൊരു കാര്യം. ചില മതങ്ങൾ തങ്ങളുടെ ദൈവവചനങ്ങൾക്ക് വിപരീതമായ യാതൊരു കാര്യങ്ങൾക്ക് കീഴ്പ്പെടുവാൻ ഭയപ്പെടുന്നു. ഉദാഹരണമായി പഞ്ചാബിൽ സിഖുകാരെ നോക്ക്, തലപ്പാവ് വയ്ക്കുന്നു. അത് അവരുടെ മതത്തിൻ്റെ ഒരു നിയമമാണ്. ഒരിക്കൽ ഡൽഹിയിൽ ഹെൽമറ്റ് വയ്ക്കാതെ 2 വീലർ ഓടിക്കരുതെന്നൊരു നിയമമുണ്ടായി. അന്ന് മുതൽ എല്ലാവരും ഹെൽമറ്റ് ഇല്ലാതെ 2 വീലർ ഓടിക്കാറില്ല. എന്നാൽ ആ നിയമത്തെ സിഖുകാർ മാത്രം ലംഘിച്ചു. ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹെൽമറ്റ് ധരിച്ച് വാഹനം ഓടിക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചു. ഈ സമയം സിഖ് ജനത സർക്കാരിനോട് ഞങ്ങളുടെ മതത്തിൻ്റെ നിയമങ്ങളെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ലെന്നും തലപ്പാവ് ഊരിമാറ്റാൻ സർക്കാർ പറഞ്ഞ ഹെൽമറ്റ് ഒരിക്കലും ധരിക്കില്ലെന്നും അറിയിച്ചു. തന്നിമിത്തം സർക്കാർ അവർക്ക് മാത്രം ഹെൽമറ്റ് ഇല്ലാതെ തലപ്പാവ് ധരിച്ചുകൊണ്ട് 2 വീലർ ഓടിപ്പാൻ അനുമതി കൊടുത്തു. ഈ സംഭവത്തിന് മുൻപ് സിഖ് പോലീസിന് മറ്റ് സാധാരണ പോലീസുകാർ വയ്ക്കാനുള്ള തൊപ്പികൾക്ക് പകരം തലപ്പാവിൽ തന്നെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ധരിക്കുന്നതിനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നതും
വളരെ ശ്രദ്ധേയമാണ്. ഏത് രാജ്യത്തും കാണുവാൻ കഴിയുന്ന മുസ്ലിം മതത്തിൻ്റെ സംസ്കാര രീതികൾ ഇവണ്ണം തന്നെ തുലനം ചെയ്യാവുന്നതാണ്. സിഖുകാർ ഏത് രാജ്യത്ത് പോയാലും അവരുടെ സംസ്കാരങ്ങളെ നിലനിർത്തുന്നത് പോലെ മുസ്ലിം മതസ്ഥരും സഹോദരങ്ങളും അവരുടെ വേദത്തിൻ്റെ സംസ്കാരങ്ങളെ നിലനിർത്തുന്നു. ഇതുപോലെ സത്യക്രിസ്ത്യാനികളും അവർ ഒരു പ്രമാണം, അതിനൊരു നിയമവും അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് വ്യത്യസ്തമായ ഒരു സംസ്കാരവുമുണ്ട്. മറ്റുള്ള മതങ്ങൾ അവരുടെ വേദങ്ങളെ വിട്ട് ലോകത്തോട് അനുരൂപപ്പെടുന്നില്ല. സത്യക്രിസ്ത്യാനിയായ നമ്മളും ശ്രേഷ്ഠമായ ദൈവവചനം വിട്ട് അവർ അന്നത്തെ ലോക നിയമങ്ങളോട് വിളിച്ചു പറഞ്ഞു. ആദിമ ക്രിസ്ത്യാനികൾക്ക് ദൈവത്തിൻ്റെ നിയമത്തെ പാലിക്കുന്ന കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവർ ഇന്നത്തെ ലോക നിയമങ്ങളോട് വിളിച്ചു പറഞ്ഞു, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4:19, 20. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5:19, 29. ലോകത്തിൻ്റെ മ്ലേച്ഛ സംസ്കാരങ്ങൾക്ക് അനുസൃതമായി നീങ്ങുന്ന സഹോദരങ്ങളെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ. റോമർ 12:1-2, കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 7:1. ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 7:31. അതായത് ഈ ലോകത്ത് ദൈവമക്കൾ ജീവിക്കുന്നെങ്കിലും ഈ ലോകത്തിനു വേണ്ടി ജീവിക്കരുത്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നാം ഓരോരുത്തരും ലോകത്തിൽ എവിടെ ചെന്നാലും വചനത്തിന് വിരുദ്ധമായതൊന്നും തുടരുത്, പ്രവർത്തിക്കരുത്, അനുരൂപമാകരുത്. റോമർ 12:2. പത്രോസ് എഴുതിയ 1 ലേഖനം 4:3-4 വരെ. ബാബേൽ രാജ്യത്തിൻ്റെ മ്ലേച്ഛ സംസ്കാരത്തോട് ചേർന്നു പോകാത്ത ശദ്രക്, മേശക്, അബേദ്നഗോ എന്നീ 3 ദൈവപുരുഷന്മാരെ പോലെ, ദാനിയേലിനെ പോലെ ദൈവത്തിനായി ഉറച്ചു നിൽക്കണം. നാം ലോകത്തിൽ വസിക്കുന്നു എങ്കിലും ലോകവും അതിൻ്റെ ദുഷിച്ച സംസ്കാരങ്ങളും ഒരിക്കലും നമ്മിൽ ചേരാൻ പാടില്ല. ആഭരണവർജനം ഒരു ഉപദേശമോ? ആഭരണവർജനം ഒരു ഉപദേശമോ? ആഭരണം വർജിക്കണമെന്നുള്ള കൽപ്പന പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും തിരസ്കരിക്കാതെ സ്ഥിരീകരിക്കുന്നുവെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനാൽ ആഭരണവർജനം ഒരു ഉപദേശമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇതിന് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയും ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ഉപദേശവും ആകുന്നു എന്നേ പറയുവാൻ കഴിയൂ. അതുകൊണ്ട് ഈ ഉപദേശത്തിൻ്റെ ഗൗരവവും തനിമയും അടർത്തി മാറ്റാതെയും ദൈവത്തെ ഭയപ്പെട്ട് ഈ ഉപദേശത്തെ അനുസരിപ്പാനും സ്വയം തയ്യാറാകണം. വ്യക്തിപരം തിരുവെഴുത്തിൽ ആഭരണവർജനത്തും ഉൾപ്പെടെ ഉപദേശ വിഷയങ്ങളെ സഭയുടെ പുറത്തുള്ളവരെ അകത്തുള്ളവരെ അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല എന്ന് നാം ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കണം. പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടുവാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയുടെ ആഭരണം ആദ്യം ഊരി മാറ്റുവാൻ നാം ഒരിക്കലും ഉപദേശിക്കേണ്ടതില്ല. എന്നാൽ മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പനകളെ അനുസരിപ്പാൻ തയ്യാറായി നിൽക്കുന്നവരോട് അവരുടെ മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട വിഷയങ്ങൾ നാം അവതരിപ്പിക്കാം. പാൽ കൊടുക്കേണ്ട കുട്ടിക്ക് കട്ടിയുള്ള ആഹാരം കൊടുക്കരുതല്ലോ. എബ്രായർ 5:12-14 വരെയുള്ള ഭാഗങ്ങൾ. ഇവിടെ നിന്നൊരു കാര്യം പറയാം. പലരും സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഊരിമാറ്റം, ഊരിയതിന് ശേഷം ഇടിപ്പിക്കും. അതും തെറ്റാണ്. അതും തെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഒരാത്മാവാണ് സകലത്തെക്കാളും വിലയേറിയത്. ഞാൻ അതും കൂടെ ഇടയ്ക്കൊന്ന് കയറി പറഞ്ഞതാണ്. മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ വിഷയങ്ങളിൽ പെട്ടെന്ന് വ്യതിയാനങ്ങൾ ഉണ്ടായില്ലെന്ന് വരാം. ഇതിനെപ്പറ്റി വചനം പറയുന്ന ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കൊടുപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. പത്രോസ് എഴുതിയ 1 ലേഖനം 2:2-3.
രക്ഷിക്കപ്പെട്ട വ്യക്തി രക്ഷയ്ക്കായി വളരേണ്ടതിന് ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. അപ്പോൾ ക്രമേണ വർജിക്കേണ്ടവ വർജിക്കുകയും സ്വീകരിക്കേണ്ടവ സ്വീകരിക്കുകയും ചെയ്തുകൊള്ളും. ഒരു വ്യക്തിയിൽ ഭാഗ്യമായി കാണുന്ന ഒന്നും തന്നെ നാം മാറ്റുവാൻ ശ്രമിക്കേണ്ടതില്ല. അപ്പോൾ തന്നെ അവരവർ സ്വയം മാറ്റുവാനുള്ള ഉപദേശ വിഷയങ്ങൾ അവരോട് അറിയിക്കുവാൻ മടിക്കുകയും അരുത്. ഇങ്ങനെ ആന്തരിക മനുഷ്യന് പൂർണ്ണ വളർച്ച പ്രാപിക്കുവാൻ പറ്റിയ വചനമെന്ന പാലും സ്വീകരിപ്പാൻ പക്വതയായവർക്ക് കട്ടിയുള്ള ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ആ കാര്യം ദൈവം നോക്കിക്കൊള്ളും. നാമോ ദൈവം നമ്മെ പരമേൽപ്പിച്ച വചനം പ്രസംഗിക്കാം. നമ്മെ പരമേൽപ്പിച്ച വചനം സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. തിമത്യോസിന് എഴുതിയ 2 ലേഖനം 4:2 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുക. വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നതിന് മുൻപ് ആഭരണമെല്ലാം നീക്കം ചെയ്യണമെന്ന് വചനം പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല, ശിഷ്യന്മാർ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. എങ്കിലും പോട്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നതിന് മുൻപ് ആഭരണങ്ങൾ നീക്കം ചെയ്യണമെന്ന് വചനം പറയുന്നില്ല. സ്നാനപ്പെടുന്നവർക്ക് മുൻപേ അവരവരുടെ ആഭരണങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഹൂദായ കാനൂനിൽ എഴുതിയിട്ടുണ്ട്. ദൈവവചനത്തിൽ സ്നാനപ്പെടുന്നതിന് മുൻപേ ആഭരണം നീക്കപ്പെടണമെന്ന് കൽപ്പിക്കാത്തതുപോലെ സ്നാനത്തിന് മുൻപ് വിഗ്രഹത്തെ നീക്കം ചെയ്യണമെന്നും മദ്യപാനവും വെറിക്കുത്തും വഞ്ചനയുമെല്ലാം നിർത്തണമെന്നും വേർപാടും വിശുദ്ധിയും പാലിക്കണമെന്നും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ സമ്മിശ്രമായി ഒറ്റവാക്കിൽ സ്നാനത്തിന് മുൻപേ മാനസാന്തരപ്പെടുവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2:37-38, റോമർ 6:2 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. മാനസാന്തരപ്പെടുന്നതിന് മ്ലേച്ഛമായ പാതകളിൽ നിന്നും ഒരു നല്ല പാതയിലേക്ക് തിരിഞ്ഞു നടക്കുകയാണെന്നല്ലോ അർത്ഥം. മാനസാന്തരം എന്നതിന് മ്ലേച്ഛകരമായ പാതകളിൽ നിന്ന് ഒരു നല്ല പാതയിലേക്ക് തിരിഞ്ഞു നടക്കുക എന്നാണല്ലോ അർത്ഥം. മാനസാന്തരത്തിൻ്റെ അർത്ഥം ഗ്രീക്കിൽ 3 പദമുണ്ട്. മെറ്റാമെലോമായി, മെറ്റാനോയിയോ. 3 പദങ്ങളെക്കുറിച്ച് ആത്മീയാർത്ഥങ്ങൾ ഒത്തിരിയുണ്ട്. ദൈവദാസന്മാർക്കെല്ലാം അറിയാം. ഇങ്ങനെ പൂർണ്ണമായി തിരിഞ്ഞതിന് ശേഷമേ സ്നാനപ്പെടുത്തുവാൻ പാടുള്ളൂ. ഓരോരുത്തർ പറയുന്നത് കേട്ട് അവൻ സ്വതന്ത്രം രക്ഷിക്കപ്പെട്ട ഉടനെ സ്നാനപ്പെടുത്താന്ന്, മാനസാന്തരപ്പെടണം. എന്തായാലും ദൈവവചനം ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മാനസാന്തരം എന്നതിന് മ്ലേച്ഛമായ പാതകളിൽ നിന്ന് ഒരു നല്ല പാതയിലേക്ക് തിരിഞ്ഞു നടക്കുക എന്നാണല്ലോ അർത്ഥം. ഇങ്ങനെ പൂർണ്ണമായി തിരിഞ്ഞതിന് ശേഷം മാത്രമേ സ്നാനപ്പെടുത്തുവാൻ പാടുള്ളൂ. ഒരിക്കലും ഉണങ്ങിയ പാവിയെ കുതിർത്തിയെടുക്കരുത്. എന്ന് പറഞ്ഞാൽ ഉണങ്ങിയിരിക്കുന്നവനെ നനച്ചെടുക്കരുത്. അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ കൂടുതൽ നാറും എന്നല്ലാതെ മറ്റൊരു വിശേഷതയുമില്ല. മരിക്കാത്ത വ്യക്തി ആരും കുഴിച്ചിടുകയില്ലല്ലോ. അപ്രകാരം ആരെങ്കിലും ചെയ്താൽ അതിന് തക്കതായ ശിക്ഷയും നിയമപാലകരിൽ നിന്ന് ഏൽക്കേണ്ടി വരും. ഇതുപോലെ പാപസംബന്ധമായി വേണ്ട വിധത്തിൽ മരിക്കാത്തവനെ സ്നാനമാകുന്ന കല്ലറയിൽ അടക്കുന്നത് സ്വർഗീയ കോടതി പ്രകാരം ശിക്ഷാർഹമാണ്. റോമർ 6:1-2, കൊലോസ്യർ 2:12. അതുകൊണ്ട് പാപസംബന്ധമായി മരിക്കാത്തവനെ തിരിച്ചറിയുക. വൃക്ഷം ഫലത്താൽ തിരിച്ചറിയാമെന്ന് കർത്താവും പറഞ്ഞിരിക്കുന്നുവല്ലോ. മത്തായി 7:16 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ. മദ്യപാനവും വിഗ്രഹാരാധനയും മറ്റും ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടു എന്ന് ഉറപ്പുള്ളവരെ മാത്രമാണല്ലോ നാം സ്നാനപ്പെടുത്താറുള്ളത്. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധവും ജാതീയ അലങ്കാരവുമായ ആഭരണവും ധരിച്ച് സ്നാനപ്പെടുവാൻ വരുന്നവരെ നാം സ്നാനപ്പെടുത്തുമോ? മദ്യപാനവും വിഗ്രഹാരാധനയും തെറ്റാകുന്നു എങ്കിൽ ആഭരണദാനവും ദൈവവചനവും പ്രകാരം തെറ്റല്ലേ? പുറപ്പാട് 33:5 മുതൽ 6 വരെ, എസ്കേൽ 7:19-20, പത്രോസ് എഴുതിയ 1 ലേഖനം 3:3-4, 4:3-4 ഭാഗങ്ങൾ വായിക്കുമ്പോൾ മാനസാന്തരപ്പെട്ടവരെ സ്നാനപ്പെടുത്തുന്നതിന് മുൻപ് അപ്പോസ്തലനായ പത്രോസിൻ്റെ പഠിപ്പിക്കൽ ശ്രദ്ധിക്കുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി
ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പോസ്തലപ്രവൃത്തി 2:38. മറ്റു ചില വാക്കുകളും അവൻ സാക്ഷ്യം പറഞ്ഞു, അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 2:40. ഈ 2 വാക്യങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുക, ഉപേക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നു. മാനസാന്തരം എന്ന് ഉദ്ധരിച്ചിരിക്കുന്നത് മനസ്സിൻ്റെ അന്തരംഗത്തെയാണ്, അഥവാ പഴയ മനസ്സിൽ നിന്ന് അകലുക, വേർപെടുക എന്നാണ്. യോഹന്നാൻ 3:15. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ എന്നതോ മാനസാന്തരപ്പെടുവാൻ ബാഹ്യമായി എല്ലാ ദുഷിച്ച സമ്പ്രദായങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, വേർപെടുക എന്നാണ്. പത്രോസ് അപ്പോസ്തലന്റെ ഈ ഉപദേശത്തിൽ നിന്ന് 3 പ്രധാന വിഷയങ്ങളാണ് നാം ഗ്രഹിക്കേണ്ടത്. 1, വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക അഥവാ വേർപെടണം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2:40. 2, ജീവിതത്തിലെ വക്രതയിൽ നിന്ന് വേർപെടണം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 6:14 മുതൽ 17 വരെ. ഫിലിപ്പിയർ 2:14. 3, ഉപദേശങ്ങളിലെ വക്രതയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. ഗലാത്യർ 1:7, തിമത്യോസിന് എഴുതിയ 1-ാം ലേഖനം 1:3, യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 10-ാം വാക്യം. ഈ വേർപാട് ഉപദേശം കൈക്കൊണ്ടവരത്രേ സ്നാനപ്പെട്ടതെന്ന് തുടർന്നുള്ള വാക്യത്തിൽ നമുക്ക് കാണുന്നു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 3:41. കൈക്കൊണ്ടവർ എന്ന് പറഞ്ഞതിൻ്റെ സാരാംശം അവിടെ കൂടി വന്ന ജനങ്ങളല്ല ഈ വേർപാടിൻ്റെ ഉപദേശം കൈക്കൊണ്ടില്ലെന്നും കൈക്കൊണ്ടവർ മാത്രമാണ് അന്ന് സ്നാനം സ്വീകരിച്ചതെന്നും ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. സ്നാനം ഏൽപ്പിക്കുന്നതിലൂടെ അകത്തും പുറത്തും വർജിക്കപ്പെടേണ്ടതായ എല്ലാ ഉപദേശങ്ങളും കൈക്കൊള്ളുന്നു. എങ്കിൽ മാത്രമേ സ്നാനപ്പെടുത്താവൂ. കൈക്കൊള്ളുവാൻ തയ്യാറാകാത്തവരെ സ്നാനപ്പെടുത്തുന്നത് വചനവിരുദ്ധമാണ്. ഇവിടെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത വീഡിയോയിൽ 21 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ തരുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോഴേ ഇത് പൂർത്തിയാകുന്നുള്ളൂ. അപ്പം അല്ലാത്തവരെ സ്നാനപ്പെടുത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കും. സ്നാനപ്പെടുന്നവരുണ്ട്. എന്നാൽ പുതിയ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെ ഭാഗ്യമായ ഒരു വേർപാടിലേക്ക് നയിക്കുവാൻ ആഭരണം ഉരിപ്പിക്കുന്നതും മദ്യപാനം നിർത്തിവെക്കുന്നതുമെല്ലാം ഒരു ശുശ്രൂഷകന്റെ വേലയല്ല. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഒരാളെ തള്ളി മരം കയറ്റുന്നത് പോലെയായിരിക്കും, അത് നിലനിൽക്കുകയില്ല. സ്നാനപ്പെടുന്നു പറയുന്നത്. യോഹന്നാൻ സ്നാപകന്റെ കാലത്തെ സ്നാനം യേശുക്രിസ്തു സ്നാനപ്പെടുത്തി. അപ്പോൾ എല്ലാം മാനസാന്തരം. അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് അവരുടെ ഒറ്റ പ്രസംഗം. അവർ പിന്നെയും എന്ത് ചെയ്തില്ല, റിപ്പീറ്റ് ചെയ്ത് മാനസാന്തരം പ്രസംഗിച്ചു. പാപങ്ങളെ ഉപേക്ഷിച്ച് എല്ലാം വേർപെട്ട് വന്നവർ മാനസാന്തര സ്നാനമാണ് സ്വീകരിച്ചതെങ്കിൽ അത് അന്നത്തെ നിയമം അനുസരിച്ച് അവർ ചെയ്തു, സ്നാനപ്പെടുത്തി. വിഷയത്തിലേക്ക് ഞാൻ വരാം. നമ്മളെ നിർബന്ധിച്ച് സ്നാനപ്പെടുത്തുന്നു എങ്കിൽ ഒരാളെ തള്ളി മരം കയറ്റുന്നത് പോലെ ആയിരിക്കും, അത് നിലനിൽക്കില്ല. ഒരു മനുഷ്യൻ്റെ തൻ്റെ വ്യക്തിപരമായ സമർപ്പണത്തിൽ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഫലങ്ങളാണ് മാനസാന്തരം, വേർപാട്, വിശുദ്ധി, സ്നാനം, വിശ്വാസ സ്നാനം, ആർഭാട ജീവിതം ഉപേക്ഷിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ. അല്ലാതെ ഇതാരെ അടിച്ചേൽപ്പിക്കേണ്ടതല്ല. ആരെങ്കിലും ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടുകയും വചനത്തിന് വിരുദ്ധമായി എല്ലാ പാപപ്രവൃത്തികളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും അനുതാപത്തോടെ ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞ ഷണ്ണനെ പോലെ വരുന്നവനെ നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവനെ സ്നാനപ്പെടുത്തണം എന്ന് യേശുക്രിസ്തു കൽപ്പിച്ച കൽപ്പനയും മത്തായി 28:18 മുതൽ 20 വരെയും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8:36, 37, 22:15 മുതൽ 16 വരെ, മർക്കോസ് 16:16. പുതുതായി മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് വരുന്ന ചില ആളുകളെ വർജനം പോലുള്ള വിഷയങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുവാൻ പ്രയാസമുണ്ടാകാം. ഇതുപോലുള്ള കട്ടിയേറിയ ഉപദേശങ്ങൾ വചനത്താൽ വളർച്ച പ്രാപിച്ചവരോട് മാത്രമേ അവതരിപ്പിക്കാവൂ. താമസം വിന ഈ പുതിയ ആളുകളും മായമില്ലാത്ത വചനങ്ങൾ കേട്ട്
വർജിക്കപ്പെടേണ്ടതായ എല്ലാ തിന്മകളെയും സ്വയം വർജിച്ചുകൊള്ളും. ഇപ്രകാരം വർജിച്ച് ഒരുങ്ങി നിൽക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നതാണ് ഏറെ യുക്തമെന്ന് പറയുന്നത്. വചനം പഠിപ്പിച്ച് ശിഷ്യരാക്കി ഒരുങ്ങി നിൽക്കുന്നവരെ മാത്രം സ്നാനപ്പെടുത്തുവാനാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചിരുന്നത്. മത്തായി 28:19-20 വാക്യം. മലയാള ബൈബിൾ സ്നാനമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. മൂലഭാഷയിൽ നിന്നുള്ള മറ്റു ഭാഷാന്തരങ്ങളിൽ ശിഷ്യരാക്കിയ ശേഷമേ സ്നാനപ്പെടുത്താവൂ എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ കൽപ്പനയെ സ്വീകരിച്ചായിരുന്നു പത്രോസ് അപ്പോസ്തലൻ ഉപദേശിച്ചുകൊണ്ട് 3000 പേരെ ശിഷ്യരാക്കി സ്നാനപ്പെടുത്തിയത്. മത്തായി 28:18-20 വരെയുള്ള വാക്യം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2:40-41. ആഭരണം ധരിച്ചവർക്ക് കർത്തൃമേശ കൊടുക്കാമോ? ആഭരണം വർജിച്ചവർക്ക് മാത്രമേ കർത്തൃമേശ കൊടുക്കാവൂ എന്ന ഒരു വാക്യം പോലും തിരുവെഴുത്തുകളിലില്ല. അങ്ങനെ ഒരു വാക്യമില്ല. എല്ലാം അശുദ്ധിയിൽ നിന്നും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്ന യാതൊരു വിശുദ്ധനും കർത്തൃമേശയിൽ പങ്ക് കൊള്ളാവുന്നതാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3:47, 3:46, 3:41 മുതൽ 42 വരെയുള്ള ഭാഗം. ഈ വക്രതയുള്ള ലോക ജാതി ആചാരങ്ങളിൽ നിന്ന് വേർപെട്ട വിശുദ്ധന്മാർക്ക് മാത്രമേ കർത്തൃമേശയിൽ പങ്കെടുക്കാവൂ. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 10:20-21. പത്രോസ് അപ്പോസ്തലന്റെ ഉപദേശം ശ്രദ്ധിക്കുക. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ സഭയോട് ചേർന്നു. ദൈവസഭയോ വിശുദ്ധന്മാരുടെ സംഘത്തോട് ചേർന്നു. 89 സങ്കീർത്തനം 7 വാക്യം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2 അധ്യായം 41 മുതൽ 47 വരെയുള്ള ഭാഗങ്ങൾ. കൂട്ടായ്മയിൽ വേർപാടും വിശുദ്ധിയും രഹസ്യമായി പാലിക്കാത്തവർ ആരെന്ന് വ്യക്തമായി അറിയുവാൻ കഴിയുകയില്ല. അതിനാൽ സകല രഹസ്യങ്ങളെ അറിയുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാവരെയും ഏൽപ്പിക്കുക. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 11:27 മുതൽ 32 വരെ എന്ന ഈ വചനങ്ങൾ ദൈവസഭയോട് വിളിച്ചു പറഞ്ഞത് ഈ ശുശ്രൂഷകൾ നിവർത്തിക്കുമ്പോൾ ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വവും തീരുന്നു. അയോഗ്യമായ ശരീരത്തെ വിവേചിക്കാതെ വചനവിരുദ്ധമായ ആഭരണം ധരിക്കുന്നവരും മറ്റ് രഹസ്യഭാഗങ്ങൾ ചെയ്യുന്നവരും ശിക്ഷാവിധിയിൽ താനെ അകപ്പെട്ടുകൊള്ളും. അത് ഉണ്ടാകാതിരിപ്പാൻ അവരവർ തന്നെ സ്വയം വിവേചിക്കട്ടെ. പുതിയ നിയമം തിരുവെഴുത്തുകളിൽ ഒരിക്കലും തിരസ്കരിക്കാത്ത ദൈവത്തിൻ്റെ ഉപദേശവും പുതിയ നിയമം ഒരിക്കലും തിരസ്കരിക്കാത്ത ദൈവത്തിൻ്റെ ഉപദേശവും കൽപ്പനയുമായ ആഭരണവർജനം പോലെ മറ്റു വിഷയങ്ങളും നമ്മുടെ അറിവിൽ ഉണ്ടെങ്കിൽ അതും ദൈവസഭയോട് പറയാതിരിക്കരുത്. നാം അത് അറിയിച്ചില്ലെങ്കിൽ ശിക്ഷാവിധി നമ്മുടെ മേൽ വരും. നാം അറിയിച്ചതിനനന്തരം അനുസരിക്കാത്തവർ ശിക്ഷാവിധിയെ അപ്പത്തിനോടും വീഞ്ഞിനോട് കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുമെന്ന് വചനം പറയുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 11:27 മുതൽ 29 വരെയുള്ള ഭാഗങ്ങൾ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3:18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 9:16, റോമർക്കെഴുതിയ ലേഖനം 2:16, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3 അധ്യായം 20-21 വാക്യം. ശുശ്രൂഷ പുറമേയല്ല, അകമേയാണ്. മനുഷ്യന്റെ പുറമേ ധരിക്കുന്ന ആഭരണം നീക്കിയത് കൊണ്ടോ മ്ലേച്ഛമായ പ്രവർത്തികൾ വിട്ട് ബാഹ്യമായ ഒരു വേർപാട് പാലിച്ചതുകൊണ്ടോ മനുഷ്യൻ രക്ഷയെ ലഭ്യമാക്കുന്നില്ല. പാപിയായ മനുഷ്യൻ ആദ്യം വേണ്ടത് പാപപരിഹാരനായ യേശു ക്രിസ്തുവിനെയാണ്. ഈ യേശു ക്രിസ്തുവിലൂടെ ആത്മരക്ഷ പ്രാപിച്ച വ്യക്തിയാണ് ആഭരണവർജനം പോലെ മറ്റ് ബാഹ്യ കാര്യങ്ങളിലും വേർപാടും വിശുദ്ധിയും പാലിക്കേണ്ടത്. അതുകൊണ്ട് പുറമേയല്ല, അകമേ ആത്മാവിനാലാണ്. അതുകൊണ്ട് പുറമേയല്ല, അകമേ ആത്മാവിലാണ് ഒരു പാപിക്ക് ആദ്യം ശുശ്രൂഷ ലഭിക്കേണ്ടത്. ദൈവദാസന്മാരുടെ ശുശ്രൂഷ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്ന മൂർച്ചേറിയ വചനമെന്ന വാൾ കൊണ്ടാണ്. ഈ വചനമെന്ന വാളിൻ്റെ മൂർച്ച
മനുഷ്യൻ്റെ അന്തരാത്മാവിൽ സന്നിവേശിക്കുന്നു. എല്ലാവിധ പാപശാപങ്ങളെയും രോഗങ്ങളെയും വേർപെടുത്തി ആത്മമനുഷ്യനെ സുഖപ്പെടുത്തുന്നു. എബ്രായർ 4:12-13. വിശുദ്ധ ബൈബിളിൽ വിശുദ്ധിയും വേർപാടും വളരെ പ്രധാനമായ ഒരു കൽപ്പനയാണ്. സ്വർണം മാറ്റുന്നതിനേക്കാൾ ഉപരി, അവിടെ പറയുമ്പോൾ സംശയമൊന്നും തോന്നരുത്, സ്വർണം മാറ്റുന്നതിനേക്കാൾ ഉപരി വിശുദ്ധിയും വേർപാട്. സ്വർണം മാറ്റിയിട്ട് പുറപ്പാട് 20 പറയുന്ന കൽപ്പനകളെ അനുസരിക്കാതെ നടന്നാൽ നരകം തന്നെയാണ്. വിശുദ്ധ ബൈബിളിൽ വിശുദ്ധിയും വേർപാടും വളരെ പ്രാധാന്യമുള്ള ഒരു നിയമമാണ്. പലരും വാചാലതയോടെ ഈ വിഷയം പ്രസംഗിക്കാറുണ്ട്. പക്ഷേ അവരിൽ പലർക്കും ഇതിൻ്റെ ആഴവും ഗൗരവവും അറിയില്ല. അവരിതിനെ വളരെ നിസ്സാരമായി കാണുന്നു. ഇത്തരം പ്രസംഗങ്ങൾ സിഗരറ്റിൻ്റെയും ഒരു ലഹരി വസ്തുക്കളുടെയും പുറമെ ചെറിയ അക്ഷരത്തിൽ ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശുദ്ധിയും വേർപാടും കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നാം കണ്ടുപിടിക്കാതിരിക്കാനും അതുകൊണ്ടുണ്ടാകുന്ന അപകടാവസ്ഥകളെ നാം തിരിച്ചറിയാതിരിക്കാനുമുള്ള സാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണിവ. ഇങ്ങനെ തിരിച്ചറിയാതെ പാപരോഗം ബാധിച്ച ഒരു പറ്റം വിശ്വാസികളെയും ശുശ്രൂഷകരെയും സംബന്ധിച്ച് ദൈവം പറയുന്നു, ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്, നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടല്ലാതെ വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. യെശയ്യാപ്രവചനം 1:5-6 മറ്റൊരു ഭാഗത്ത് പറയുന്നു, സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ പുത്രിമാരുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. രമ്യാപ്രവചനം 8:10-11 ഭാഗങ്ങൾ. കൃപായുഗത്തിൽ വന്നെത്തിയിരിക്കുന്ന ശുശ്രൂഷകന്മാരും വിശ്വാസികളും ചികിത്സിക്കേണ്ടത് ഈ വണ്ണം പുറമേയല്ല, അന്തരാത്മാവിലാണ്. അപ്പോൾ ഒരു ചോദ്യം അവിടെ ഉയരും. ദൈവവചനം എന്ന വാളിൽ പാപരോഗം ദൈവവചനം എന്ന വാളിനാൽ പാപരോഗം ഏറ്റ ഭാഗത്തെ വെട്ടിക്കളയും. പഴുത്ത വ്രണങ്ങളെ ഞെക്കി കഴുകി മുറിവുകളെ എണ്ണ പുരട്ടി വെച്ച് കെട്ടുകയുമാണ് ചെയ്യേണ്ടത്. ലൂക്കോസ് 10:30-37 ഭാഗങ്ങൾ. നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷകളെ ശ്രദ്ധിക്കുക. യേശുക്രിസ്തു ഒരിക്കൽ അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മർക്കോസ് 2:25. എന്തുകൊണ്ടാണ് ആദ്യം പക്ഷപാതം സുഖമായിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു പറയാതിരുന്നത്? രോഗബാധയുടെ മുഖ്യ കാരണം അവൻ്റെ പാപമായിരുന്നു. പാപം മാറ്റപ്പെടുന്നതോടെ പക്ഷപാതവും മാറ്റപ്പെടുമെന്ന് യേശുക്രിസ്തുവിന് വ്യക്തമായി അറിയാമായിരുന്നു. മർക്കോസിന് സുവിശേഷം 2:5-12 ഭാഗങ്ങൾ. ഈ യേശുക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മളിൽ സംജാതമായാൽ മാത്രമേ മനുഷ്യ ഹൃദയങ്ങളെ കർത്താവിനായി ഒരുക്കുവാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ നാമും ആ പുരോഹിതന്മാരെ പോലെ അഴുക്ക് പുറത്തു കളയാതെ സമാധാനം എന്ന് ഉപദേശിച്ചുകൊണ്ട് പുറമേ കെട്ടി പൊറുപ്പിക്കുവാൻ പരിശ്രമിക്കും. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല. എസ്കേൽ 7:13. പാപരോഗത്താൽ ക്ഷയിച്ചിരിക്കുന്ന ആത്മമനുഷ്യൻ പുറമേയുള്ള ജീവിത വിശുദ്ധിയും വേർപാടും പാലിപ്പാൻ ശക്തി ആർജിക്കണം. അതിന് ദൈവം നമ്മെ ഏൽപ്പിച്ച ജീവനും ചൈതന്യമുള്ള ഏറിയ വചനമെന്ന ഔഷധം എത്തിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. എബ്രായർ 4:12-13. പത്രോസ് എഴുതിയ 1 ലേഖനം 2:1-2. ആരാണ് യഥാർത്ഥ വിശുദ്ധൻ? വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 22:10 മുതലുള്ള ഭാഗങ്ങൾ 14 വരെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിൽ ആരും പൂർണ്ണ വിശുദ്ധരല്ല. എബ്രായർ 3:23, 4 അധ്യായം 7-8 വാക്യം. ഒരു ഭക്തൻ പൂർണ്ണനാകുന്നത്
നിത്യതയിൽ ചെല്ലുമ്പോഴാണ്, സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13:10. എന്നാൽ ഭൂമിയിൽ വെച്ച് ദൈവവചനം എന്ത് കൽപ്പിച്ചാലും അതുപോലെ തന്നെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ വിശുദ്ധൻ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന ഈ വചനം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചതിന് ശേഷം ദിനം തോറും തൻ്റെ ജീവിത വസ്ത്രം അലക്കി വെളുപ്പിച്ച് കൊണ്ടിരിക്കണമെന്നാകുന്നു. വെളിപ്പാട് പുസ്തകം 7:14-22-14. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. പത്രോസ് എഴുതിയ 1 ലേഖനം 1:15. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു എന്ന് നാം ദൈവമക്കൾ ആകുന്നു. നാം അവനോട് സദൃശന്മാരാകും. ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 3:2-3 മനുഷ്യൻ ആത്മാവും പ്രാണനും ദേഹവും കൂടി ചേർന്നതാകുന്നുവല്ലോ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 5:23. ഇതുപോലെ യഥാർത്ഥ വിശുദ്ധീകരണത്തിനും 3 കാര്യങ്ങളുണ്ട്. 1, രക്തത്താൽ ശുദ്ധീകരണം. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 1 ലേഖനം 1:7 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ. ആദാമ്യ പാപത്തിൻ്റെ അശുദ്ധിയിൽ നിന്ന് കഴുകൽ അഥവാ ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഏക വഴി കാൽവറിയിൽ അറക്കപ്പെട്ട ദൈവകുഞ്ഞാടായ യേശുക്രിസ്തു മാത്രമാണ്. ഈ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറയുന്നതിലൂടെ ആദാമ്യ പാപങ്ങൾ എല്ലാം കഴുകപ്പെടുന്നു. റോമർ 3:23 മുതൽ 25 വരെ ഭാഗങ്ങളും കൊരിന്ത്യർ പത്രോസ് എഴുതിയ 1 ലേഖനം 1:18-19, റോമർ 5:12, റോമർ 5:12, റോമർ 6:23, എസ്കേൽ 18:20 ഭാഗങ്ങൾ വായിക്കുക. 2, വചനത്താൽ ശുദ്ധീകരണം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം ഇപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 15:3. അവൻ നിങ്ങളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും. എഫേസ്യർ 5:26. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവർക്ക് വചനത്തിലൂടെ ശുദ്ധീകരണം ആവശ്യമാണ്. നാം കൈക്കൊള്ളുന്ന വചനത്തിന് ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും സകല അഴുക്കുകളെ നീക്കുവാൻ തക്ക ശക്തിയുണ്ട്. കൊരിന്ത്യർക്ക് 2 ലേഖനം 7:1-2, എബ്രായർ 4:12-13. 3, ആത്മാവിനാൽ ശുദ്ധീകരണം. നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. കൊരിന്ത്യർക്ക് 1 ലേഖനം 6:11. നാം അവൻ്റെ കൃപയാൽ യേശുക്രിസ്തു കാൽവരിയിൽ ചൊരിയപ്പെട്ട കൃപ. റോമർ 3:23-24-25. നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവിതത്തിൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം. എഫേസ്യർ 5:26 കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് തന്നെ. തീത്തോസ് എഴുതിയ ലേഖനം 3:6-7 കാര്യസ്ഥനായ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഈ ആത്മാവിനെ അനുസരിച്ച് നടപ്പൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സാക്ഷ്യം പറയുന്നു. മനുഷ്യൻ്റെ ആത്മാവ്, പ്രാണൻ, ദേഹം എന്നിവ നമ്മൾ പറയുന്ന പോലെ ദേഹം ദേഹി ആത്മാവല്ല, ആത്മാവ് പ്രാണൻ ദേഹം എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സാക്ഷ്യം പറയുന്നു. മനുഷ്യൻ്റെ ആത്മാവ്, പ്രാണൻ, ദേഹം എന്നിവയിൽ നിന്ന് ഒന്ന് കുറഞ്ഞു പോയാൽ അവൻ പിന്നെ മനുഷ്യനായിരിക്കില്ല. ഇതുപോലെ യഥാർത്ഥ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തവും ദൈവവചനവും പരിശുദ്ധാത്മാവ് ഒരുപോലെ സ്വീകരിക്കാതെ ഒന്ന് വിട്ട് കളഞ്ഞാൽ ആ വ്യക്തി യഥാർത്ഥ വിശുദ്ധനാകയില്ല. വീടുപണികൾ വിശാലമായ മണൽപ്പരപ്പിൽ ആകർഷണീയമായ നിലയിൽ തന്നെ ഗംഭീരമായി നടക്കുന്നു. വിശുദ്ധിയും വേർപാടും ഇല്ലെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ യേശു ചെയ്തതിലും വലിയ പ്രവർത്തികൾ സ്റ്റേജിൽ പ്രദർശിപ്പിക്കുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ വാക്ക് കേട്ട് ഉറപ്പുള്ളവൻ പാറമേൽ പണി നടത്താത്തതിനാൽ
പാറമേൽ പണി നടത്താത്തതിനാൽ ന്യായങ്ങളെ പുറത്താക്കുകയും വളരെ വീര്യപ്രവൃത്തികളും മറ്റും നടത്തി വലിയ ഒരു കൂട്ടത്തെ തന്നെ പണിത് ഉയർത്തിയില്ലേ എന്നവർ പറയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. പ്രിയ വായനക്കാരെ, പ്രിയ അടിയനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പണികൾ ഏതു വിധമെന്ന് വചനപ്രകാരം ഇപ്പോഴെങ്കിലും പരിശോധിച്ച് വിശുദ്ധിയെ വിശുദ്ധി വേർപാട് തികച്ചുകൊണ്ട് മത്തായി 7:22 മുതൽ 26 വരെ, കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 3:9 മുതൽ 13 വരെയുള്ള വിശുദ്ധ വചനം വായിച്ച് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. മത്തായി 5:8, എബ്രായർ 12:14. അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നമ്മെ തന്നെ പോക്കി നമ്മെ തന്നെ വെടിപ്പാക്കി, സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. കൊരിന്ത്യർക്ക് 2 ലേഖനം 6:16 മുതൽ 17 വരെ, കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 7:1-2 വാക്യം. ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഓഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കിയില്ല. വെളിപ്പാട് 21-27 വാക്യങ്ങൾ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛിക്കരുത്. തീത്തോസ് എഴുതിയ ലേഖനം 2:12 മുതൽ 15 വരെ, തിമത്യോസിന് എഴുതിയ ലേഖനം 4:2 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ. വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. സമയം പോയി. ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യപ്പെടുക. കൽപ്പനകൾ അനുസരിപ്പാൻ ആഭരണം തടസ്സമോ? ദൈവം നമ്മോട് അനുസരിപ്പാൻ പറയുന്ന സകല കാര്യങ്ങളും അവൻ്റെ കൽപ്പനകളാകും. അത് അനുസരിക്കേണ്ടതിന് മറ്റൊന്നും തടസ്സമായിരിക്കാൻ പാടില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:23. ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവൻ പറയുന്ന എല്ലാ കൽപ്പനകളെല്ലാം നാം അനുസരിക്കും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:21. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തിൻ്റെ സ്നേഹം. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5:3. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. മത്തായി 28:20, 19:20. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം. എനിക്ക് സ്നാനം പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആഭരണം ഊരുകയില്ല എന്ന് ചിലർ പറയാറുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കുന്നത് ഒരാഗ്രഹമല്ല, അത് അനുസരിക്കുന്നത് ദൈവവചനത്തോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ പോലും ധൈര്യം നൽകുന്നതാകുന്നു. അതിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും വേണ്ടതുപോലെ നാം ഒന്ന് ഗ്രഹിച്ചിരുന്നു എങ്കിൽ പിന്നിലേക്ക് മാറി നിൽക്കാതെ വേഗം ആഭരണം ഉപേക്ഷിച്ച് പൂർണ്ണ മനസ്സോടെ സ്നാനമേൽപ്പാൻ നാം മുന്നിലേക്ക് വരുമായിരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ആഭരണവർജനം ഒരു തടസ്സമല്ലല്ലോ. എഫേസ്യർ
3-ാം അധ്യായം 17-ാം വാക്യം, റോമർ 8:35, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 15:16. സ്നാനം ഏൽക്കുന്നതിന് ആവരണം മാത്രമല്ല, നാം അധികമായി പ്രിയപ്പെടുന്നത് എന്തും സ്നാനത്തിന് തടസ്സങ്ങൾ തന്നെയാണ്. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ മകനെയോ മക്കളെയോ പ്രിയപ്പെടുന്നവർ എനിക്ക് യോഗ്യനല്ല. മത്തായി 10:37. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പായ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ലൂക്കോസ് 14:26. മാതാപിതാക്കളെ അനുസരിക്കുക എന്നത് ഏറ്റവും വലിയൊരു കൽപ്പനയായിരുന്നു. പ്രകൃതിസിദ്ധമായി തന്നെയും മാതാപിതാക്കൾ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ഇവരെ ആരെയും ദൈവത്തെക്കാൾ അധികം പ്രിയപ്പെടരുത് എന്നാണ് കർത്താവ് കൽപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്നും അധികം പ്രിയം വെച്ച് അണിഞ്ഞു നടക്കുന്ന ആഭരണത്തെ ദൈവം കൽപ്പിച്ചതുപോലെ നീക്കേണ്ടതല്ലേ? നീക്കുന്നില്ലെങ്കിൽ അത് എത്രയോ ഗൗരവമായ പാപമാകുന്നു. വാസ്തവത്തിൽ ദൈവകൽപ്പന അനുഷ്ഠിക്കാതിരിക്കാൻ സാത്താൻ വച്ചിരിക്കുന്ന ഒരു കല്ല് തന്നെയല്ലേ ആഭരണം. ഇതെവിടെ തുടങ്ങി ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഒരു കാര്യം പറഞ്ഞ് ഞാനിവിടെ പ്രാർത്ഥിക്കാം. ഏകദേശം 13-ാം നൂറ്റാണ്ടിൽ പരിഭാഷകൻ കോനാട്ട് അബ്രഹാം മൽപ്പാൻ എഴുതിയ ഹൂദായ കനോൻ 4-ാം ഖണ്ഡികയിൽ മാമോദീസായുടെ ഒരു ഭാഗം എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകൾ തലമുടി അഴിച്ചിട്ടുകൊണ്ട് മുങ്ങണം. മാമോദീസ സ്വീകരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ മോതിരങ്ങൾ ആദിയായ ആഭരണങ്ങൾ നീക്കം ചെയ്തിരിക്കണം. ഇത്ര സ്പഷ്ടമായിട്ട് എഴുതി വച്ചിട്ടും ഈ കാനോൻ വിശ്വസിക്കുന്നവർക്ക് ആഭരണം ഊരി സ്നാനപ്പെടുവാൻ ഇന്ന് ലജ്ജയും പേടിയുമാണ്. കാരണം ആഭരണം ഒരു തടസ്സമായി മുൻപിൽ നിൽക്കുന്നു. നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്ന് ദൈവം കൽപ്പിച്ചതിനനുസരിച്ച് പിതാക്കന്മാർ ഊരിമാറ്റിയ ആഭരണങ്ങൾ വീണ്ടും അണിയുന്നത് സ്വന്തം ഛർദിയിലേക്ക് തിരിയുന്ന നായെപ്പോലും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിയുന്ന പന്നിയെപ്പോലെയും എത്രയോ മ്ലേച്ഛകരമായ പ്രവൃത്തിയാണ്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2:19 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ. ഈ തിരുവചനങ്ങളാൽ അടുത്ത ബാക്കി ഭാഗം പിന്നത്തേതിൽ 1-ആണോ 2-ആണോ ഭാഗങ്ങൾ നമുക്ക് തുടർന്ന് പിന്നെ ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ സമയം പോയെങ്കിലും 1 മിനിറ്റ്. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. പതിനം കേട്ട എല്ലാവരെയും അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ അവിടെ നിറയ്ക്കണം. ലോകമെമ്പാട് കർത്തൃദാസന്മാർ, ദൈവമക്കൾ, സ്കൂളിൽ കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ന്യായപാലനം നടത്തുന്ന പ്രിയപ്പെട്ടവർ, 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർ, നീതിന്യായം നടത്തട്ടെ. പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കെടുതിയിലായിരിക്കുന്ന, പ്രളയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ സ്തോത്രം, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി സമാധാനം, സന്തോഷം കൊടുക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കുടുംബമായി 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ തുടർന്നുള്ള ശുശ്രൂഷകൾ ദൈവവചനാടിസ്ഥാനത്തിൽ പറയുവാൻ കൃപ ചെയ്യണം. നാവിനെ ക്ലിയർ ചെയ്യണം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ നിയന്ത്രിക്കണം. വചനത്തിൽ കൂടെ നിയന്ത്രിക്കണം. ആത്മാവിൽ വ്യാഖ്യാനിച്ച് ആത്മാവിൽ ദൂത് പറയാൻ സഹായിക്കും. മഹത്വം എടുക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു all abundantly.